നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. കലാകിരീടം കോഴിക്കോടിന്. അനന്തപുരിക്ക് കലാവിസ്മയങ്ങളുടെ 7 ദിനരാത്രങ്ങൾ സമ്മാനിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശീല. തുടർച്ചയായ 10ാം തവണയും കലാകിരീടത്തിൽ മുത്തമിട്ട് കോഴിക്കോട്. ഫോട്ടോ ഫിനിഷിലേക്ക് കടന്ന പോരാട്ടത്തിൽ പാലക്കാടിനെ മറികടന്നത് 5 പോയിന്റ് വ്യത്യാസത്തിൽ. കണ്ണൂർ 3ാം സ്ഥാനത്ത്. പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രൗഢഗംഭീരമായ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ചടങ്ങിൽ മുഖ്യാതിഥിയായി ചലച്ചിത്ര താരം നിവിൻ പോളിയും. കോടതിയിൽ വീണ്ടും കാലിടറി. കെ ബാബുവിനെതിരായ ബാർക്കോഴ കേസിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. മുൻ മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിന് സ്റ്റേയില്ല. നിർദ്ദേശത്തിൽ പ്രഥമദൃഷ്ട്യാ അപാകതയില്ലെന്ന് ഹൈക്കോടതി. ബാബുവിന്റെ രാജിക്ക് വഴിയൊരുക്കിയ വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത് CBI അന്വേഷണ ഹർജി പരിഗണിക്കവേ കോടതി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന വാദം തള്ളി. സർക്കാരിന് വേണമെങ്കിൽ പ്രത്യേകം ഹർജി നൽകാമെന്നും ഹൈക്കോടതി. ബാർ കേസിലെ കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് കോടിയേരി. ബാറുടമകളെ കോഴയുമായി മന്ത്രിമാരുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ടത് ഉമ്മൻചാണ്ടി. പണം വാങ്ങിയില്ലെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വെളിപ്പെടുത്തൽ കളവെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഉമ്മൻ കമ്മീഷനിൽ. സോളാർ തട്ടിപ്പിൽ ആരോപണങ്ങളുടെ കുരുക്കഴിക്കാൻ മുഖ്യമന്ത്രി സോളാർ കമ്മീഷനിൽ. കേസിലെ പ്രതികളെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. ഇടപാടുമായി ബന്ധപ്പെട്ട് സർക്കാരിന് 1 രൂപ പോലും നഷ്ടമുണ്ടായിട്ടില്ല. ബിജു രാധാകൃഷ്ണനെയും സരിതയെയും കുറിച്ച് അറിയുന്നത് അറസ്റ്റിന് ശേഷം. തന്റെ ലെറ്റർ പാഡ് വ്യാജമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ബിജുവിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത് MI ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം. സംസാരിച്ച വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി. തട്ടിപ്പ് കേസിൽ സർക്കാർ പൊതുതാൽപര്യം പരിഗണിച്ചില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ. വിശദമായ അന്വേഷണം നടന്നോ അതോ പരാതികൾ കേന്ദ്രീകരിച്ച് മാത്രമാണോ അന്വേഷണം ഉണ്ടായതെന്നും മുഖ്യമന്ത്രിയോട് സോളാർ കമ്മീഷൻ. മാഞ്ഞുപോയ നക്ഷത്രദീപ്തി. സിനിമയിൽ പെൺചിരിയുടെ വെള്ളി വെളിച്ചം തൂകി മറഞ്ഞ കൽപ്പനയ്ക്ക് മലയാളത്തിന്റെ പ്രണാമം. രാവിലെ ഹൈദരാബാദിൽ അന്തരിച്ച ചലച്ചിത്ര നടി കൽപ്പനയുടെ ഭൗതികദേഹം നാളെ രാവിലെ കേരളത്തിലെത്തിക്കും. അഭിനയത്തിനപ്പുറം സൗഹൃദങ്ങളിൽ ആത്മബന്ധം സൂക്ഷിച്ച കലാകാരിക്ക് അഞ്ജലിയുമായി ചലച്ചിത്ര ലോകം. ചിരിക്കപ്പുറം ആഴമുള്ള വേഷങ്ങൾക്കും ജീവനേകിയ കലാകാരിയുടെ അപ്രതീക്ഷിത വിയോഗവും അഭിനയത്തിന്റെ തിരക്കിനിടെ. തെലുങ്കു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് ഹൈദരാബാദിലായിരുന്ന കൽപ്പനയെ രാവിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഭിനയിക്കാൻ ബാക്കിയായ കഥാപാത്രങ്ങളെ അനാഥമാക്കി കൽപ്പനയുടെ മടക്കം 51ാം വയസ്സിൽ. ബാലതാരമായി സിനിമയിലെത്തിയ കൽപ്പനയുടെ ആദ്യ ചിത്രങ്ങൾ പോക്കുവെയിലും മഞ്ഞും. 3 തെന്നിന്ത്യൻ ഭാഷകളിലായി അഭിനയിച്ചത് 300-ലധികം ചിത്രങ്ങളിൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2475 രൂപ, പവൻ 19,800 രൂപ. വെള്ളി ഗ്രാമിന് 36.85 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.